നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ദുരിതമനുഭവിക്കുന്ന പാവപ്പെട്ട പ്രവാസികളെ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനാരംഭിച്ച ചാർട്ടേഡ് വിമാനങ്ങൾ കച്ചവട താൽപര്യത്തിലേക്ക് വഴിമാറുന്നതായി ഗുരുതരമായ ആരോപണം ഉയർന്നിരിക്കുകയാണ്. അങ്ങനെ ഈ ദുരിതകാലത്ത് കഷ്ടപ്പെടുന്നവർക്ക് സേവനമാകേണ്ട ചാർട്ടേഡ് വിമാനങ്ങൾ ആ ലക്ഷ്യം നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ടുവെന്നാണ് വിമർശനം ഉയർന്നത്. 99 മുതൽ 120 ദിനാർ വരെ നിരക്കിലാണ് ചാർട്ടേഡ് വിമാനങ്ങൾ ബഹ്റൈനിൽ നിന്ന് നാട്ടിലേക്ക് ആളുകളെ കൊണ്ടുപോയത്. ഒരു വിമാനത്തിൽ 167 പേർ എന്ന കണക്കിലാണ് ബുക്കിംഗ് പോലും നടത്തിയത്. അതായത് 167 പേരിൽ നിന്ന് 120 ദിനാർ വീതം ഈടാക്കിയാൽ 20,040 ദിനാർ ലഭിക്കും. 17,000 ദിനാറാണ് വിമാന കമ്പനിക്ക് നൽകേണ്ടത്. ട്രാവൽ ഏജന്റിന് നൽകേണ്ട തുക കഴിച്ചാലും 2,500 ദിനാറെങ്കിലും ലാഭമുണ്ടാകും. ഇങ്ങനെ കിട്ടുന്ന ലാഭം പാവപ്പെട്ട യാത്രക്കാർക്കായി ഉപയോഗിച്ചാൽ കുറെ പേർക്ക് പ്രയോജനം ലഭിക്കുന്നതായിരിക്കും. എല്ലാ യാത്രക്കാരെയും ഒരേ നിരക്കിലല്ല എന്നാൽ തന്നെ കൊണ്ടുപോകുന്നതെന്നും തീർത്തും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഇളവ് നൽകുന്നുണ്ടെന്നും സംഘടനകൾ പറയുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച വ്യക്തമായ കണക്കുകൾ പുറത്തുവിടാത്തത് സംശയങ്ങൾക്ക് ഇട നൽകുന്നതായി വിമർശകർ ആരോപിക്കുകയാണ്. ചാർട്ടേഡ് വിമാനങ്ങൾ നാട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ചരക്ക് കയറ്റുന്നുണ്ടെന്നതും പരസ്യമായ രഹസ്യമാണ്. ഈ ഇനത്തിൽ നല്ലൊരു തുക ഏജൻസികൾക്ക് ലഭിക്കുന്നുണ്ട്. ഒരു തവണ ചരക്ക് കൊണ്ടുവരുന്നതിന് 5 ലക്ഷം രൂപ വരെയാണ് ഏജൻസികൾക്ക് കിട്ടുന്നതെന്നാണ് വിവരം. അതായത് ഏകദേശം 2,500 ദിനാർ. അങ്ങനെ വരുമ്പോൾ ചാർട്ടേഡ് വിമാനം ഒരുക്കുന്നവരുടെ ലാഭം വീണ്ടും കൂടുകയും ചെയ്യും. ഇതിലും കുറഞ്ഞ നിരക്കിൽ ചാർട്ടേഡ് വിമാനം ഒരുക്കുന്നവരും പിന്നാമ്പുറത്ത് ഇത്തരം ഇടപാടുകളിലൂടെ ലാഭമുണ്ടാക്കുന്നതായി വിമർശനം ഉയർന്നിരിക്കുകയാണ്. നിശ്ചിത എണ്ണം ആളുകളെ സൗജന്യമായി കൊണ്ടുപോയെന്ന് പ്രഖ്യാപിച്ചവരും ഇതിൽ ഉണ്ട്. അങ്ങനെ ടിക്കറ്റ് എടുക്കാൻ ഒരു നിർവാഹവുമില്ലാതെ